നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഡെൽമോ എൽദോ. ഞാൻ SCT ഹോസ്പിറ്റൽ പട്ടം കൺസൾട്ടന്റ് മെഡിക്കൽ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് ആണ്. ജൂലൈ 28 നമ്മൾ വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേ ആയി ആചരിക്കപ്പെടുന്നു. ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്നതാണ് ഈ വർഷത്തെ നമ്മുടെ തീം. ഹെപ്പറ്റൈറ്റിസ് എന്ന അസുഖത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ, തെറ്റിദ്ധാരണകൾ, ചികിത്സയുടെ ലഭ്യതക്കുറവ് എന്നിവ തുടങ്ങിയ തടസ്സങ്ങൾ ഒരുമിച്ച് തകർക്കുക എന്നതാണ് ഈ തീം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എന്നത് ഒരൊറ്റ അസുഖമല്ല, അത് 5 തരം വൈറസുകൾ കരളിൽ ഉണ്ടാക്കുന്ന അസുഖമാണ്. ഈ വൈറസുകൾ എന്ന് പറയുന്നത് ABCDE. ഹെപ്പറ്റൈറ്റിസ് A വൈറസും ഹെപ്പറ്റൈറ്റിസ് E വൈറസും മലിനമായ ജലത്തിൽ കൂടെയും ശുചിയില്ലാത്ത ഭക്ഷണത്തിൽ കൂടെയുമാണ് പടരുന്നത്. ഹെപ്പറ്റൈറ്റിസ് A വൈറസ് നമ്മുടെ നാട്, അതായത് സൗത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കാണുന്നതെങ്കിലും ഹെപ്പറ്റൈറ്റിസ് E വൈറസ് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ഇതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 95 തൊട്ട് 98% ആൾക്കാരിലും ഇത് വരികയും 2 തൊട്ട് 4 ആഴ്ചയ്ക്കുള്ളിൽ അത് തന്നെ മാറുകയും ചെയ്യും. മഞ്ഞപ്പിത്തമാണ് ഇതിൻ്റെ ഒരു സിംറ്റം മെയിനായിട്ട്. എന്നിരുന്നാലും 1 തൊട്ട് 2% ആൾക്കാരിൽ ഇത് കൂടിപ്പോവുകയും ലിവർ ഫെയിലിയറിലോട്ടോ മരണം വരെ എത്തുകയും ചെയ്യപ്പെടാം. തന്മൂലം ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മൾ ഡോക്ടറിന്റെ ചികിത്സ തേടേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് E വൈറസ് കൂടുതലുമായി നോർത്ത് ഇന്ത്യയിലാണ് കാണുന്നത്. അതും ഈ 2 പറഞ്ഞ വൈറസുകൾക്കും ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ചും കൂടി സീരിയസ് ആയ ഹെപ്പറ്റൈറ്റിസ് B-C വൈറസുകളാണ്. ഇത് സീരിയസ് എന്ന് പറയാൻ കാരണം ആൽക്കഹോളും ഫാറ്റി ലിവറും മാത്രമല്ല സിറോസിസിലോട്ട് നയിക്കുന്നത്, ഹെപ്പറ്റൈറ്റിസും സിറോസിസിലോട്ട്, ഹെപ്പറ്റൈറ്റിസ് വൈറസ് മൂലവും നമുക്ക് സിറോസിസ് ഉണ്ടാകാം. ബ്ലഡിൽ കൂടെയും ബോഡിലി ഫ്ലൂയിഡ്സിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് B-C വൈറസുകൾ പടരുന്നത്. ഹെപ്പറ്റൈറ്റിസ് Bക്ക് ഫലപ്രദമായ ഒരു വാക്സിൻ അവൈലബിൾ ആണ്. 2011 തൊട്ട് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ എല്ലാ കുട്ടികൾക്കും ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ കൊടുക്കുന്നുമുണ്ട്. ഹെപ്പറ്റൈറ്റിസ് Cക്ക് ഇന്ത്യയിൽ വാക്സിൻ അവൈലബിൾ അല്ല, എന്നാൽ അതിന് ഫലപ്രദമായ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. രോഗലക്ഷണങ്ങൾ ചിലപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് B-C വൈറസുകൾ ഉണ്ടാകാറില്ല. തന്മൂലം അത് കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുകയും ചിലപ്പോൾ സിറോസിസ് പോലത്തെ സ്റ്റേജുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് B ഹെപ്പറ്റൈറ്റിസ് C ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കത്തുള്ളൂ. ഈ ഹെപ്പറ്റൈറ്റിസ് B പോലത്തെ വൈറസുകൾ ചിലപ്പോൾ ലിവറിൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. തന്മൂലം ഈ അസുഖങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഭക്ഷണവും കുടിവെള്ളം വളരെ ശുചിയുള്ളത് മാത്രം കഴിക്കുകയും ആവശ്യാനുസരണം ടെസ്റ്റുകൾ നടത്തുകയും ഹെപ്പറ്റൈറ്റിസ് B-O C-O റിസ്ക് ഉള്ളവർ ആ അസുഖത്തിൻ്റെ കറക്റ്റായിട്ട് ടെസ്റ്റുകൾ നടത്തി ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് സിറോസിസ് പോലത്തെ വലിയ അസുഖങ്ങൾ തടയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.